بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിച്ച് അവനെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി അവന്റെ പ്രീതികരമാക്കാൻ സദാ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ നട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും റബ്ബ് സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവരായ ശ്രോതാക്കൾ നിന്നിട്ട് മക്കയിലോ മദീനയിലോ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും റബ്ബ് സഹായിക്കട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നുപോയ വീഴ്ചകളെ റബ്ബിന് കെട്ടട്ടെ. റബ്ബ് നമ്മിൽ നിന്നിട്ട് പുറത്തു തരട്ടെ. സഹോദര സഹോദരിമാരെ, വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ചക്കെടുക്കാറുള്ള കൂട്ടത്തിൽ പതിവായി അല്ലെങ്കിൽ വഴിക്ക് വഴിയായി നാം ചർച്ച ചെയ്തു വരുന്ന അഖായിദ്, ഇബാദാത്ത്, മുആമലാത്ത്, അഖ്ലാഖ് എന്നതിൽ അഖ്ലാഖ് എന്ന സബ്ജക്റ്റാണ് ഇന്ന് നാം ചർച്ച ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ സ്ഥിരം ജീവിതത്തെ, ദൈനംദിനം ജീവിതത്തെ ബാധിക്കുന്ന, ജീവിതത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന, സദാ നാം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കേണ്ട നമ്മുടെ അഖ്ലാഖിന്റെ ഹൃദയഭാഗത്തിൽ ഒരു ഭാഗമായ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വ്യത്യസ്ത സബ്ജക്റ്റുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് സിഡിയിലൂടെയും നോട്ടുകളിലൂടെയുമെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി കാണും. ഈ അടുത്ത കാലഘട്ടത്തിലായി നോട്ട് കുറിക്കാൻ ആരംഭിച്ച ശേഷം ഷേഖ് നൗഫലിന്റെ പരിശ്രമത്താലെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഞാൻ ചർച്ചക്കെടുത്ത സബ്ജക്റ്റ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ശൈലിയിൽ ചർച്ച ചെയ്തിരിക്കുകയില്ല എന്നാണ് തോന്നുന്നത്. അത് യഥാർത്ഥത്തിൽ
ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം അള്ളാഹു ഉദ്ദേശിച്ച ശൈലിയിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയിൽ അവരുടെ ജീവിതം തന്നെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹാ സ്വഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ ദൂതരുടെ അഖ്ലാഖുമായി അവരോട് മാതൃക കൈകൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഓരോ സത്യവിശ്വാസി ഒഴിവാക്കാൻ പറ്റാത്തതായ ഒരു ഭാഗമാണ്. അഥവാ രഹസ്യം ചോരാതിരിക്കുക, രഹസ്യം സംരക്ഷിക്കുക, രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന ഭാഗം. അത് അഖ്ലാഖിനെ ബാധിക്കുന്ന ഭാഗമാണ്. രഹസ്യം യഥാർത്ഥത്തിൽ സ്വന്തം രഹസ്യമാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും മറച്ചു വെക്കേണ്ടതാണ്. അത് രഹസ്യമെന്ന ആ പദത്തിന്, ആ പദം കുറിക്കുന്ന, ആ ധ്വനി കുറിക്കുന്ന ശൈലി തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത്. രഹസ്യം രഹസ്യമാണ്, അത് പരസ്യമാവാൻ പാടുള്ളതല്ല, പരസ്യമാക്കാനും പാടുള്ളതല്ല. അതിൽ പൊതുവായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് ഞാൻ നിങ്ങൾ ഓതിക്കളിപ്പിച്ചതായ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി. സലഫ് സാലിഹീങ്ങൾ പലപ്പോഴും ഓതാറുള്ളതായ ആയത്താണ് ജുമുഅ ഖുതുബയിലൂടെ. കാരണം ജാമിഅത്തും മാനിഅത്തുമായ ഒരു ആയത്താണ് അത് എന്നതുകൊണ്ട്. അഥവാ ഒരു മുസ്ലിമിന് അനിവാര്യമായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവന്റെ സ്വഭാവ പെരുമാറ്റ ശൈലികളിലെല്ലാം നടപ്പാക്കേണ്ടതായ പ്രധാനപ്പെട്ട വിധി വിലക്കുകൾ, കൽപ്പനകൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് സലഫ് സാലിഹീങ്ങൾ ഓതാറുള്ളതും നാം സദാ ഖുതുബയിൽ മിമ്പറിന്റെ മീതെ വെച്ച് കേൾക്കാറുള്ളതുമായ ആയത്താണത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നീതി കൊണ്ടും നന്മ കൊണ്ടും അള്ളാഹ് നമ്മോട് കൽപ്പിക്കുന്നു. നന്മയുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ വഈതാഇദിൽ ഖുർബ, ബന്ധുക്കൾക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നൽകണം. വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീച പ്രവർത്തനങ്ങളും വിരോധിക്കപ്പെട്ടതായ ക്രൂര കൃത്യങ്ങളും നാം ഒഴിവാക്കി നിൽക്കണം. അള്ളാഹു അത് നമ്മോട് വിരോധിക്കുകയും ചെയ്യുന്നു. വൽ ബഗ്യ, വ്യഭിചാരം. യഅ്മുക്കും ലഅല്ലക്കും തദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. ചിന്തിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് നന്മയുള്ള കാര്യമാണോ അല്ലേ എന്നോർത്ത് നന്മയുള്ള ഈ മഹാപ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തി, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ശൈലിയിൽ നിങ്ങൾ ജീവിക്കുന്നവരായി മാറുമെന്ന് പറയും പോലെ അക്കൂട്ടത്തിൽ വൗഫൂ ബിഅഹ്ദില്ലാഹി ഇദാ ആഹദതും, നിങ്ങൾ ഉടമ്പടികൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അഹദ് നിങ്ങൾ പാലിക്കുക തന്നെ വേണം. അതിൽപ്പെട്ടതാണ് നാം പറയാൻ പോകുന്നതായ രഹസ്യം ചോരാതിരിക്കുക, രഹസ്യമായി തന്നെ നിലനിർത്തുക എന്ന ഭാഗം. വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ, നിങ്ങൾ സത്യവചനം ചെയ്തതിന്റെ ശേഷം നിങ്ങളത് ക്യാൻസൽ ചെയ്ത് കളയരുത്. അപ്രകാരം തന്നെ ഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കഫീലാക്കി നിർത്തി. അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യവചനം ചെയ്ത ശേഷം പിന്നെ നിങ്ങൾ അത് ക്യാൻസൽ ആക്കുകയോ അത് അവഗണിക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്നു. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായി അറിയുന്നുണ്ട് എന്ന ഭാഗം. അതുപോലെ തന്നെ വൗഫുൽ അഹ്ദ ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ ഉടമ്പടി പാലിക്കണം, അത് നിങ്ങളോട് പരലോകത്തിൽ അവയെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ആയത്തും ഈ വിഷയം പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കേണ്ടതായ ഭാഗമാണ്. അതെ സഹോദര സഹോദരിമാരെ, എന്നാൽ ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യമായി ചർച്ചക്കെടുക്കാൻ പറ്റുന്ന ഭാഗം അത് ഒരു മനുഷ്യന്റെ സ്വന്തം ആവശ്യങ്ങൾ എന്ന രഹസ്യമാണ്. എല്ലാവർക്കും വ്യക്തിപരമായി ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാം പറയേണ്ടതല്ല, എല്ലാം പറയാൻ പാടുള്ളതുമല്ല. ആരോട്? മറ്റുള്ളവരോട്, ആരായിരുന്നാലും വിരോധമില്ല. അപ്പോൾ സ്വയമായി മനുഷ്യരിൽ നിലനിൽക്കുന്ന രഹസ്യങ്ങൾ അത് എന്തു വേണം? നാം
നമ്മുടെ ഹവായിജുകളെ, റസൂലിന്റെ ശൈലിയാണ്, നമ്മുടെ ഹവായിജുകളെ, നമുക്ക് അനിവാര്യമായി ചെയ്തു തീർക്കേണ്ട എത്തേണ്ട റിസൾട്ടുകൾ, ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, അവകളുടെ സംരക്ഷണത്തിനായി നമ്മുടെ രഹസ്യകാര്യങ്ങൾ നാം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ ഭദ്രതയുള്ള ജീവിതമാക്കി മാറ്റാനും നമ്മുടെ വ്യക്തിത്വത്തെ നിലനിർത്താനും ആ വ്യക്തിത്വത്തിൽ പാളിച്ച വന്നു പോകാതിരിക്കുവാനും നാം തന്റേതുമുള്ള മനുഷ്യനാണ്, നാം കൊള്ളുന്നവനാണ്, നാം മറ്റുള്ളവരുടെ ഇടയിൽ ഒരു രഹസ്യം ചോരാതെ സംരക്ഷിക്കാൻ പറ്റുന്ന മനുഷ്യനാണ് എന്ന രൂപം നിലനിർത്താൻ സ്വയമായി ആദ്യം അവന്റെ രഹസ്യത്തെ അവൻ സംരക്ഷിക്കുക. സ്വന്തം രഹസ്യങ്ങളെ അവൻ സ്വയം സംരക്ഷിക്കുക. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഭാഗമാണ്. പലതും ഇങ്ങനെ പറഞ്ഞു നടക്കും, ഞാൻ അവിടെ ബക്കാല വാങ്ങി, ഞാൻ അവിടെ ചെയ്യാൻ പോവാണ്, ഇവൻ ബക്കാല വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മറ്റാളെന്ത് ചെയ്തു? ഉടനെ പോയി അർബൂന് കൊടുത്തു. ഇയാളെ അർബൂന് കൊടുത്തിട്ടില്ല. അർബൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. എന്തിനാണോ നീ പറയാൻ നിൽക്കുന്നത്? നീ അഡ്വാൻസ് കൊടുത്ത് അല്ലെങ്കിൽ നീ അഗ്രിമെന്റ് നടത്തി ബക്കാല തുടങ്ങാൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ തീരുമാനിച്ച ശേഷം പറഞ്ഞാൽ പോരെ? എന്തിനാണ് കാലേക്കുട്ടി പറയാൻ നിൽക്കുന്നത്? ഇപ്പോൾ കൊലപ്പെട്ടല്ലോ സംഗതി. പെട്ടെന്ന് ഈ ബക്കാല പറയുമ്പോഴൊക്കെ പെട്ടെന്ന് കോലപ്പെടും അല്ലേ? ബിസിനസ് ആണല്ലോ, ഭൗതികമായ നേട്ടങ്ങളാണല്ലോ, അത് പറയുമ്പോഴാണ് പെട്ടെന്ന് കോലപ്പെടുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം രഹസ്യങ്ങൾ ഉണ്ടാകും. അതിനെയെല്ലാം അങ്ങുമിങ്ങും പറഞ്ഞു നടക്കേണ്ടതല്ല. ചിലപ്പോൾ സ്വന്തം ഭാര്യയോട് വരെ പറയേണ്ടതില്ല, ഭർത്താവിനോട് വരെ പറയേണ്ടതില്ല, സ്വന്തം അടുത്തവരോട് വരെ പറയേണ്ടതില്ല. പറയാതെ തന്നെ പോകേണ്ട ചില രഹസ്യങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും. റസൂലിന്റെ ശൈലി കേൾക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലാണ് റിപ്പോർട്ടകൻ. ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജി ബിൽ കത്മാൻ. നിങ്ങളുടെ ആവശ്യങ്ങളുടെ വിജയത്തിന് വേണ്ടി ആ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി നിങ്ങൾ അവകളെ രഹസ്യപ്പെടുത്തലിലൂടെ സഹായം തേടുക. അതിനെ രഹസ്യപ്പെടുത്തുക, അതിനെ ജനങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യപ്പെടുത്താതിരിക്കുക. ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ. ഏത് അനുഗ്രഹത്തിന്റെ ഉടമ ആരാണ്? അസൂയ വെക്കപ്പെടുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ പോകുന്നുണ്ട് എന്ന് കേട്ടാൽ അത് എല്ലാവരും വിഴുങ്ങൂല. ചില ആൾക്കാർക്ക് അസൂയ വരും. അസൂയ വന്നാലോ ആ വിസ നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അസൂയാലു പരിശ്രമിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വിസ നേടി സമ്പാദിച്ച് എത്തേണ്ടടുത്ത് എത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ അറിയേണ്ടവരറിയും. പിന്നെ മുമ്പേ കാലേ കൂട്ടി എനിക്കിതാ വിസ കിട്ടാൻ പോവാണ്, എനിക്ക് വിസ പാസ്സായി കിട്ടാൻ എനിക്ക് ടെലിഗ്രാം അല്ലല്ലോ, മൊബൈൽ വന്നിരിക്കുകയാണ്, വിവരം കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് പാടി പരസ്യപ്പെടുത്തി നടക്കരുത്. നിന്റെ ഹവായിജുകളെ, നിന്റെ ആവശ്യങ്ങളെ, നീ നേടിയെടുക്കാൻ പോകുന്ന നേട്ടങ്ങളെ നീ പരസ്യപ്പെടുത്തേണ്ട സമയത്തല്ലാതെ അത് പരസ്യപ്പെടുത്താൻ നിൽക്കരുത്. അത് നീ രഹസ്യപ്പെടുത്തുക. കാരണം അസൂയാലുക്കൾ ധാരാളമുണ്ട്. അസൂയാലുക്കളെ, അവരുടെ ക്രൂരകൃത്യത്തെ, അവര് നിനക്ക് വേണ്ടി നടത്തുന്ന, നിന്റെ പിന്നിൽ നിനക്കെതിരിൽ നടത്തുന്നതായ ആ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ നിന്നിട്ട് നീ രക്ഷപ്പെടാൻ വേണ്ടി ഉത്തമമാണ്. അത് നിന്നെ സഹായിക്കും. ഏത്? ആ രഹസ്യത്തെ പരസ്യമാക്കാതിരിക്കൽ സഹായിക്കും. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉപദേശമാണ്. അപ്പോൾ പിന്നെ അസൂയാലുക്കളെ കൊണ്ടുള്ള ശീലത്തെക്കുറിച്ച് കൂടുതൽ ദൂരം പോകേണ്ടതില്ല. അത് നമുക്ക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ് അല്ലാഹ് പറയാണ്, ഷർറ്. അപ്പോൾ ഈ ഹദീസിന്റെ അർത്ഥത്തെ സഹായിക്കുന്ന, വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ഹാസിദ്, അസൂയാലു. അസൂയ വെക്കുമ്പോൾ അവനിലൂടെ എന്തുണ്ടായിരിക്കും? ഷർറുണ്ടായിരിക്കും. ആ ഷർറിലൂടെ തന്നെയാണ് കണ്ണേർ എന്ന ആ രോഗം, ആ മഹാമാരകമായ രോഗം പല ഹൃദയ ശുദ്ധിയില്ലാത്ത മനുഷ്യന്മാരിൽ ഉടലെടുക്കുന്നതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വെറുക്കുക, അവനോട് അസൂയ വെക്കുക. ആ അസൂയ വെച്ചത് കാരണത്താൽ പറയാൻ പാടില്ലാത്ത പദങ്ങൾ, അവന്റെ നിഅമത്തുകളെ നോക്കി പറയുക. ആ നിഅമത്തുകളെ നോക്കി പറയുമ്പോൾ നാം പ്രതിരോധ വകുപ്പുണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ, അഥവാ പ്രാർത്ഥനകളിലൂടെ അപ്രകാരം നിങ്ങൾ ഈ ഹദീസിലൂടെ ഇപ്പോൾ പഠിച്ചതായ രഹസ്യമാക്കി വെക്കലിലൂടെ, മനസ്സിലായില്ലേ? നിങ്ങളുടെ മസാലിഹകൾ, നിങ്ങളുടെ
നന്മകൾ, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നതായ ആ നന്മകൾ, അവകളെ ജനങ്ങളോട് കാലേക്കൂട്ടി പറയാതെ രഹസ്യമായി വക്കലിലൂടെ എന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഹദീസ് സഹിയാണ്. അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹുൽ ജാമിയിൽ 943 നമ്പറിൽ പറഞ്ഞതായിട്ട് കാണാം. സഹോദരന്മാരെ, ഇത് ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നീ മറച്ചു വെക്കേണ്ടതില്ല, അത് പറഞ്ഞു കളയുക, അത് പ്രചരിപ്പിക്കുക, അത് പരസ്യപ്പെടുത്തുക എന്ന ആയത്തും ഈ ഹദീസും എന്തല്ല, പരസ്പര വിരുദ്ധമല്ല, ഏറ്റുമുട്ടുകയില്ല. അപ്പോൾ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ലേ, എന്തേ എനിക്ക് പറഞ്ഞുകൂടെ ജനങ്ങളോട് എന്ന് ചോദിക്കാൻ അവിടെ പഴുതില്ല. എന്തുകൊണ്ട്? റസൂലിന്റെ ശൈലി എന്താണ്? നിന്റെ ഹവായിജുകളെ നീ നേടിയെടുത്തിട്ടില്ല, നീ നിഅമത്തിലേക്ക് എത്തിയിട്ടില്ല, നിനക്ക് കിട്ടാൻ പോകുന്ന വിസയാണ്, നീ തുറക്കാൻ പോകുന്ന ബക്കാലയാണ്, നീ നേടിയെടുക്കാൻ പോകുന്ന ബിസിനസ്സാണ്, നീ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതായ ആ പദ്ധതിയാണ്, അതിനെക്കുറിച്ച് നീ എന്ത് ചെയ്യരുത്, പരസ്യപ്പെടുത്തുന്നത് എന്നതാണ്. എന്നല്ലാതെ നിനക്കൊരു നിഅമത്ത് അല്ലാഹു ചെയ്തു കഴിഞ്ഞാൽ ആ നിഅമത്ത് ചെയ്യുമ്പോൾ നിഅമത്ത് ലഭിക്കുമ്പോൾ ആദ്യം റബ്ബിനെ നന്ദി പ്രകടിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യാം, ജനങ്ങളുടെ മുമ്പിലും അത് അല്ലാഹു എനിക്ക് അൽഹംദുലില്ലാഹ് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്, സൗദി അറേബ്യയിലേക്ക് വരാൻ തൗഫീഖ് നൽകി എന്ന് സൗദി അറേബ്യയിൽ വെച്ചിട്ട് എത്തിക്കഴിഞ്ഞ ശേഷം പറയാം. അവിടെ നിഅമത്ത് കിട്ടിയ ശേഷം ജനങ്ങളോട് പറയുന്ന ആ പറച്ചൽ ഇതിൽപ്പെട്ടതല്ല. ഇത് ഞാൻ പറഞ്ഞത് റസൂൽ പറഞ്ഞ ശൈലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഹവായിജുകളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നതായ പ്ലാനിങ് പരിപാടി ഇട്ട് അത് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാലയെ കൂട്ടി എല്ലാവരോടും പറഞ്ഞടക്കേണ്ടതില്ല. അപ്പോൾ അസൂയാലുക്കൾ നിനക്കെതിരിൽ പ്രവർത്തിക്കും. അപ്പോൾ നീ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും ചെയ്യും എന്ന അർത്ഥത്തിലേക്കാണ്. ഇദൽ മർഉ അഫ്ശ സിർറഹു ബിലിസാനിഹി വലാമ അലൈഹി ഗൈറഹു ഫഹുവ അഹ്മഖു. കവി പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ നാവിൽ പറയാൻ പറ്റാത്തതൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരസ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നാൽ, എന്നിട്ട് മറ്റുള്ളവരെ ഇവൻ പറയാൻ പാടില്ലാത്തത് ഇവനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞത് കാരണത്താൽ അപകടത്തിൽ അവൻ പെടുമ്പോൾ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നവൻ വിഡ്ഢിയാണ് എന്നാണ്. നീ എന്തിനാ ആദ്യം പറയുന്നത്? നീ മിണ്ടാതെന്നാ പോരെ, നീ മൗനുദ്ദേശിച്ചൂടെ? ആവശ്യമുള്ളത് പറയുക, അല്ലാത്ത പറയാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ വല്ലതും സംസാരിക്കുമ്പോൾ നന്മ മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. എത്ര നല്ല ഉപദേശം, എത്ര നല്ല ഉപദേശം. സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഞാൻ പറയാറുണ്ടല്ലോ, ഒരാള് തൊള്ള കൊണ്ട് വല്ലതും പറയാൻ ഒരു പ്രാവശ്യം ചിന്തിക്കുമ്പോൾ പറയുന്നത് എന്താണ് എന്നത് 100 പ്രാവശ്യം ചിന്തിക്കണം. മനസ്സിലായില്ലേ? പറയാൻ ഒരു പ്രാവശ്യം തീരുമാനിക്കുമ്പോൾ എന്താണ് പറയുന്നത്, ഇതെനിക്ക് ദോഷമുള്ളതാണോ നന്മയുള്ളതാണോ എന്നത് 100 പ്രാവശ്യം ചിന്തിക്കണം, എന്നിട്ടേ പറയാവൂ. നാവാണിത്, പുറത്തു പോയ മടക്കി വരില്ല. പുറത്തു പോയാൽ മടങ്ങി വരില്ല, മടക്കി കിട്ടൂല. ഇത് പോയി. ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിച്ച് നെറ്റിൽ കൂടിയാണ് പറയുന്നതെങ്കിൽ അവിടെ സൂക്ഷിച്ചു. എവിടെ? അവരുടെ നാട്ടിൽ. നിങ്ങൾക്ക് അറിയാം എവിടെയെന്ന്. എന്ത് പറഞ്ഞാൽ അവിടെ സൂക്ഷിച്ചു, അവിടെ റെക്കോർഡാക്കപ്പെട്ടു. ഇന്ന തീയതിയിൽ ഇന്ന മനുഷ്യൻ ഇന്നെന്ന് പറഞ്ഞു. കോർട്ടിൽ പോകുമ്പോൾ പറയുന്ന കാണാം, 10 കൊല്ലം മുമ്പ് അവളും അവനുമായി നടത്തിയതായ ആ സംഭാഷണങ്ങൾ ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ആ ശബ്ദം അങ്ങനെ തന്നെ 10 വർഷം മുമ്പ് ഇത്ര മണിക്കൂറുകൾ നടന്നതായ മുക്കാലമ ഫോണുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം എന്ന് കോർട്ടെന്ന് പറയുന്നത് കേൾക്കാം അല്ലേ? ഇപ്പോൾ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് സൂക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ പറഞ്ഞു വിട്ടു എന്നാ മനസ്സിലാക്കിയതല്ല. അതുകൊണ്ടാണല്ലോ സാറ്റലൈറ്റുമായിട്ട് ഘടിപ്പിച്ചത്, ബന്ധപ്പെടുത്തിയത്. അതൊന്നും പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയുന്ന കാര്യമാണ്. അതെ സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് നിന്റെ രഹസ്യം നിനക്ക് മറച്ചു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ മറച്ചു വെക്കാനോ, നിനക്ക് സ്വയം മറച്ചു വെക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെ മറ്റൊരാൾ മറച്ചു വെക്കുക അല്ലേ? നല്ല അർത്ഥവത്തായ പദ്യമാണ് ഈ വിഷയത്തെ ബാധിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത് സഹോദര സഹോദരിമാരെ. അതെ, പിന്നെ രണ്ടാമത്തെ സിർ, ആദ്യത്തെ സിർ സ്വയം സിറാണ്, സ്വയം രഹസ്യം. സിർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ?
അറബിയാണെങ്കിലും അറബി പദങ്ങളൊക്കെ കുറെ മനപ്പാടമാക്കി പഠിച്ചു കാണുമല്ലോ. ഇപ്പോൾ അറബിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇവിടെ ക്ലാസ്സിൽ അറബി ഭാഷയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖുർആനുണ്ട്, ഹദീസുണ്ട്, എന്തൊക്കെ പഠിക്കാനുള്ള ചാൻസുകൾ ഇവിടെ ഉണ്ടല്ലേ. അൽഹംദുലില്ലാ, മഹാഭാഗ്യം. പലപ്പോഴും കേരളത്തിൽ നിന്നൊക്കെ വരുന്ന അതിഥികളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ കൗമിന് എന്തൊരു ഭാഗ്യം ലഭിച്ചു, എന്ത് വലിയ വലിയ അഭ്യസ്ത വിദ്യരൊക്കെ ആയിരിക്കും, വലിയ വലിയ പേരെടുത്ത എഴുത്തുകാരനൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിലും നാം ഇവിടെ പഠിക്കുന്ന, പറയുന്ന, പ്രസംഗിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഇവിടെയുള്ള പണ്ഡിതന്മാരിലൂടെ, ഇവിടെയുള്ള ദർസുകളിലൂടെ നേടിയെടുക്കുന്ന സമ്പാദ്യത്തിന്റെ 100% എത്താത്തവരെ നാം ആയിരങ്ങളെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കിട്ടിയ നിധി എത്ര വിലയേറിയ നിധിയാണ്, വില കൂടിയ നിധിയാണ് എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. നിന്റെയും നിന്റെ സഹോദരന്റെയും ഇടയിലുള്ള രഹസ്യം, ആദ്യം പറഞ്ഞ നിന്റെ രഹസ്യമാണ് കേട്ടാ. ഇത് നീയും നിന്റെ സഹോദരനുമായുള്ള രഹസ്യം. അത് കുറെ ഇനങ്ങളുണ്ട്. അതിൽ റസൂലുള്ളാഹിന്റെ ശൈലി ആദ്യം കേൾക്കുക. റസൂൽ പറയുന്നു, ജാബിറാൻ റിപ്പോർട്ടകൻ റളിയല്ലാഹു തആല അൻഹു, ഇദാ ഹദ്ദസ അർ-റജുലു ബിൽ ഹദീസ് ثم التفت فهي അമാന. ഒരു സഹോദരൻ ഒരു മജ്ലിസിൽ വെച്ചിട്ട് ഒരു സംസാരം അവന്റെ സഹോദരൻ ഇവനോട് അല്ലെങ്കിൽ ഇവൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഫഹിയ അമാന, ആ സംസാരം അമാനത്തായി മാറി. നീ പുറത്തിറങ്ങിയ ഉടനെ തന്നെ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അത് എന്ത് ചെയ്യേണ്ടതല്ല, പരസ്യപ്പെടുത്തേണ്ടതല്ല. ചിന്തിക്കണം, അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദൂഷ്യമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ദൂഷ്യമുണ്ടോ? ഏത് ഞാൻ ഈ കേട്ട വാക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ ഇതിൽ വല്ല ദ്രോഹമോ ദൂഷ്യമോ കുറവോ വരാൻ പോകുന്നുണ്ടോ? ഇത് ചിന്തിച്ചിട്ടേ പറയാവൂ. കാരണം അത് അമാനത്താണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അൽബാനി സഹീഹ് 486 നമ്പർ ഹദീസിൽ പറയുന്ന കാണാം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് അബൂബക്കർ ഇബ്നു ഹസ്ം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നമാ യതജാലസുൽ മുതജാലിസാനി ബിൽ അമാന. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കുമ്പോൾ അതെല്ലാം അമാനത്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അമാനത്ത് എന്ന് അറിയില്ലേ? മലയാളത്തിൽ തന്നെ അമാനത്ത് എന്ന് പറയില്ല അല്ലേ? സൂക്ഷിപ്പ് സ്വത്തായിട്ട് കൊടുക്കുന്നതാണ് അമാനത്ത് എന്ന് പറയുക. അതെ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനുമായി ഇന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം അങ്ങുമുങ്ങു വെറുക്കുന്നതിനെ എന്ത് ചെയ്യരുത്, പരസ്യപ്പെടുത്തരുതെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ നാം നമ്മുടെ സ്വന്തം രഹസ്യത്തെ നാം മറച്ചു വെക്കൽ, നമ്മുടെ ബിസിനസ് വിജയിക്കാൻ, നമ്മുടെ വിസ നേടിയെടുക്കാൻ, നാം കെട്ടാൻ പോകുന്ന പെണ്ണിനെ കെട്ടാൻ ഇല്ലെങ്കിൽ മറ്റാൾ പോയി കെട്ടും അല്ലേ? ഇത് ഒരാള് പണ്ട് വലിയ, ഇപ്പോൾ നമ്മുടെ ടൈമില്ല, വിഷയത്തിൽ നിന്ന് വിട്ടുപോകും, അതുകൊണ്ട് ഷോർട്ടാക്കുന്നു. സഹാബാക്കൾ നിന്നിട്ട് അതിബുദ്ധിശാലി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സഹാബിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ആരും തോൽപ്പിക്കാറില്ല എന്നാണ്. പിന്നെയോ ഒരു അടിമ ഒഴിച്ച്, അതെന്താണ്, അടിമനോട് പറഞ്ഞു എന്ത്, ഇന്ന പെണ്ണിനെ എനിക്ക് വേണ്ടി കെട്ടി പറയാൻ അയച്ചു. എന്നിട്ട് ആ അടിമ എന്ത് ചെയ്തു, പോയിട്ട് കല്യാണം കഴിച്ചു എന്നാണ് ആ പെണ്ണിനെ. അങ്ങനെ അവനല്ലാതെ എന്നാരും പരാജയപ്പെടുത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഒരിക്കലും മറ്റാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അർത്ഥം. മനസ്സിലായില്ലേ? സഹാബിയുടെ പേര് മുഗീറത്ത് ബിൻ ശുഅബ എന്നാണ്. അതിബുദ്ധിശാലിയാണ്, മഹാവെള്ളവനാണ്, മഹാപേര് കേട്ട സഹാബിയാണ്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലും സഹാബാക്കളുടെ കാലഘട്ടത്തിലും പല ഉദ്യോഗങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഭവിച്ച രസമായ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ തർജുമയിൽ കാണാം ആ സംഭവം. അതെ, പറഞ്ഞു വരുന്നത്, അപ്പോൾ നാം പരസ്പരം അങ്ങുമിങ്ങും ഉള്ളതായ രഹസ്യങ്ങളെ, സ്വയം രഹസ്യം എന്നതുപോലെ തന്നെ പരസ്പരം അങ്ങുമിങ്ങും ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കുറിച്ച് ഒരു മുസ്ലിം രഹസ്യങ്ങളെ പരസ്യമാക്കാൻ പാടുള്ളതേ അല്ല. പ്രത്യേകിച്ച് അതിൽ ദ്രോഹമുണ്ടെങ്കിൽ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആർക്കും അള്ളാഹിനും റസൂലിനും വഞ്ചിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അള്ളാഹിനെ വഞ്ചിക്കാൻ പറ്റില്ല. പിന്നെന്താണ് അത് ഉദ്ദേശം? നിങ്ങളുടെ വഞ്ചന അത് നിങ്ങൾക്ക് ബാധിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടി തട്ടിന് മുട്ടുക എന്ന ശൈലിയാണത്. അള്ളാഹു പറയുന്നു, തഖൂനൂ അമാനാതിക്കും, നിങ്ങളുടെ അമാനാത്തിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വഞ്ചിക്കുന്നത്. അള്ളാഹ്ക്ക് ഒരു കോട്ട
കോട്ടവും തട്ടുകയില്ല, റസൂലിനും ഒരു കോട്ടവും തട്ടുകയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ അമാനാത്തുകളെ സൂക്ഷിക്കാതിരുന്നാൽ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്ന ശൈലി ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന്റെ, ഒരു സഹോദരി മറ്റൊരു സഹോദരിയുടെ ഈ രഹസ്യം പരസ്യമാക്കാതിരിക്കണം എന്ന കാര്യത്തിൽ പലപ്പോഴും നാം പറയുന്ന കേൾക്കാറുള്ളത് സ്ത്രീകളാണ് മുൻപന്തിയിൽ എന്നാണ്. എന്തിൽ? അതുകൊണ്ട് ആരും ദേഷ്യപ്പെടരുത്. അങ്ങനെയാണ് എന്ത് സ്ത്രീ ഒരു വലിയ പട്ടാള മേധാവി അദ്ദേഹം നാളെ രാവിലെ ഫജറിന് ശേഷം പോരാട്ടത്തിന് പുറപ്പെടാണെന്ന് തീരുമാനിച്ചു രാത്രി. പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ ജനങ്ങൾക്ക് അറിയിക്കുക, പട്ടാളക്കാർക്ക് അറിയിക്കുക എന്നതിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു. അവസാനം അവരുടെ ഭാര്യയോട് പറഞ്ഞു സംഗതി ശരിയായി എന്നാണ്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പലപ്പോഴും എന്ന് പറയപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ ചില പുരുഷന്മാർ സ്ത്രീകളെക്കാളും ബാക്കിലാണ് അത്ര വിഷയത്തിൽ എന്നതും ഇവിടെ മീസാൻ ഒപ്പിച്ച് ബാലൻസ് ശരിയാക്കി പറയേണ്ടി വരും. ഇന്നത്തെ കാലം, ഇന്നത്തെ യുഗം അങ്ങനെയാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. പുരുഷന്മാരുടെ ഇപ്പോൾ നെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന, ഈ മൊബൈൽ യുഗത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരുടെ കഥയൊക്കെ പറയാതിരിക്കലാണ് നല്ലത്. മൊബൈൽ തുറന്നു വെച്ചാൽ പെണ്ണുങ്ങളെ പോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല, ഒരു ചേഞ്ചുമില്ല. എന്ത് പറയണം എന്ത് പറയാതിരിക്കണം എന്ന് ശ്രദ്ധിക്കയില്ല. പിന്നെയാണ് ചിന്തിക്കോ പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയല്ലോ, അദ്ദേഹം ടൈപ്പ് ചെയ്തല്ലോ, ഇപ്പൊ ലൈവായിട്ട് ഇത് വരുമല്ലോ, പിന്നെ അപകടത്തിൽ പെടുമല്ലോ, പിന്നെയാണ് ചിന്തിക്കുക അങ്ങനെ അപകടത്തിൽ പെടുമെന്നുള്ള കാര്യമൊക്കെ. അല്ലെങ്കിൽ മൊബൈൽ നെറ്റിൽ കൂടിയൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയുണ്ട് അല്ലേ? ഇന്ന് റസൂലുള്ളാഹി പറഞ്ഞ കഥ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യക്ദുബുൽ കദിബത തബ്ലുഗുൽ ആഫാഖ്. ഖിയാമത്തിന്റെ അലാമത്തിൽപ്പെട്ടതാണ് എന്ത്? ജനങ്ങൾ ഒരു കളവ് പറയും, മനുഷ്യൻ ഒരു കളവ് പറയും, ആഫാഖിലേക്ക് വ്യാപകമാകും. ആഫാഖ് എന്ന് പറഞ്ഞാൽ എല്ലാ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വ്യാപകമാകും അല്ലെ? ഇന്നിപ്പോ ഇവിടുന്ന് ഒരു കളവ് പറഞ്ഞാല് അത് ഉടനെ തന്നെ എവിടേക്കെത്തും? അമേരിക്കയിലേക്കെത്തും, റഷ്യയിലേക്കെത്തും, ലോകത്തിൽ മുഴുവനും എവിടെയെല്ലാം നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം എത്തും. അങ്ങനെയാണല്ലോ ഇന്നത്തെ യുഗം. അതെ, അത് ഖിയാമത്തിന്റെ അലാമത്താണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പണ്ടേ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് നെറ്റ് ഇല്ലാത്തതുകൊണ്ടും എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അന്ന് ജീവിക്കുന്നവർക്ക് ഇന്ന് നാം മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ സാധിച്ചോളം എന്നില്ല. പക്ഷെ അവരിൽ വിശ്വാസമുണ്ട്, അവർക്ക് നമ്മളെക്കാൾ വിശ്വാസമുണ്ട്. റസൂൽ പറഞ്ഞ് സംഭവിക്കും എന്നതിൽ. നമുക്ക് സംഭവിച്ചിട്ടും വിശ്വാസമില്ല. നിങ്ങളെ കുറിച്ചല്ലട്ടാ, നിങ്ങളെ കുറിച്ചല്ല. ഇന്നത്തെ യുഗം അങ്ങനെയാണ്. ഏത് ഈ സംഭവിച്ചു കണ്ടിട്ടും മതം പറഞ്ഞതും ഖുർആൻ പറഞ്ഞതും സുന്നത്ത് പറഞ്ഞതും അതിങ്ങനെ സൂര്യപ്രകാശം പോലെ കാണാൻ എന്നിട്ടും വിശ്വാസമില്ല. അതുകൊണ്ടാണ് അങ്ങനെ വിശ്വാസമില്ലാത്തവർ നരകത്തിലേക്ക് എത്തുമ്പോൾ റബ്ബേ ഒന്ന് മടക്കിയേക്കൂ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുകയാണ് അവരെ മടക്കപ്പെടുകയാണെങ്കിൽ അവരോട് വിരോധിച്ചപ്പെട്ട തെറ്റിലേക്ക് അവർ മടങ്ങിയിരുന്നേനെ. അവർ പച്ചക്കള്ളം പറയുകയാണ്. നരകത്തിലേക്ക് എത്തിയിട്ടേ അവിടുന്ന് മടക്കിയാൽ വീണ്ടും അവർ പണ്ടത്തെ വാല് കുഴലെടുത്ത് പോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയും, അവർ നന്നാവൂല എന്നുള്ള പറയുന്ന ശരി ഖുർആനിലുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഇന്ന് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം എന്ത് സത്യം കണ്ടിട്ടും സത്യം ഉൾക്കൊള്ളുന്നില്ല. ഇത് പരസ്യമായി ഇങ്ങനെ കാണാണ്. ഈ ദീനിന്റെ നിയമാവലി നടപ്പാക്കാൻ തുടക്കത്തിൽ തന്നെ നിന്ന് കാല് നീട്ടിയ വീഴും, ഇരുന്ന് കാല് നീട്ടണം. ഖുർആൻ സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കാൻ വേണ്ടി എന്ന് പരിശ്രമിച്ചു എന്ന് അതിനുള്ള ചുറ്റുപാട് അന്തരീക്ഷം മദീനയിൽ ഉണ്ടാക്കി. അന്നാണ് എന്ത് ഭരണകൂടം ഉണ്ടാക്കാൻ, അന്നാണ് ഇത് ഖറാറുകൾ എഴുതാൻ, അന്നാണ് ഭരിക്കാൻ, അന്നാണ് തംകീൻ കിട്ടിയത്, അന്നാണ് ആധിപത്യം ലഭിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു. വേണമെങ്കിൽ സൗദി അറേബ്യയിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലത്തവര് ഇവിടെ 370-380 വർഷങ്ങൾക്ക് മുമ്പ് തൗഹീദ് നടപ്പാക്കാനോ അനാചാരങ്ങൾ ഒഴിവാക്കാനും എന്നിട്ട് സത്യ മതം സ്ഥാപിക്കാനും പരിശ്രമിച്ച പരിശ്രമ ഫലം ഇന്ന് വരെ നാം കണ്ട് ആസ്വദിക്കുന്നു. എന്നിട്ടും നമ്മുടെ കോപം മനസ്സിലാക്കിയില്ല. നമ്മുടെ കോപം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കയറാൻ തീരുമാനിച്ചു. കയറിയിട്ട് എത്തുന്നില്ല, എത്തിയവരെ താഴെ ഇറക്കുകയും ചെയ്യാണ്. എന്തുകൊണ്ട്? തുടങ്ങിയില്ല, അതുകൊണ്ട് എത്തേണ്ട അടുത്ത് എത്തിയില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതെ, ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ രഹസ്യത്തെ അദ്ദേഹം മറച്ചു വെക്കണം എന്ന് പറയുമ്പോൾ
വ്യക്തി അങ്ങുമിങ്ങുമുള്ളതായ രഹസ്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിയിൽ നിന്നിട്ട് ഒരാള് സാധനം വാങ്ങി, അദ്ദേഹം ആ സാധനം വാങ്ങി വിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ആ സാധനം ഇത്ര കാശിനാണ് ഞാൻ കൊടുത്തത് എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ, സാധാരണ നിത്യോപയോഗ സാധനമല്ല, നിത്യോപയോഗ ഭക്ഷണ സാധനമൊക്കെ എല്ലാവരും അറിയുന്ന വിലയാണ്, അറിഞ്ഞ വിലക്ക് വിൽക്കാൻ പാടുള്ളൂ, അറിഞ്ഞ വിലക്ക് വാങ്ങാൻ പാടുള്ളൂ, അതല്ലേ പറയുന്നത്. പക്ഷെ പൊതുവിലുള്ളതായ ചില മറ്റു ബിസിനസ്സുകളൊക്കെ ഗോഡൌണിൽ നിന്നിട്ട് ചില ആൾക്കാർ ഗോഡൌണിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തരാം, അയാൾ ആ ഗോഡൌണിൽ വെച്ചിട്ട് സാധനം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഫോൺ ചെയ്ത് പറയാണ്, ഇതാ ഇന്നാളെ നിങ്ങളുടെ അടുക്കലേക്ക് വരും കേട്ടാ ഈ സാധനം വിൽക്കാൻ. അദ്ദേഹം എൻ്റെ അടുക്കൽ നിന്നിട്ട് വാങ്ങിയത് 100 റിയാലിനാണ്, ചിലപ്പോൾ അദ്ദേഹം 200 റിയാൽ പറഞ്ഞാൽ നിങ്ങളത് വാങ്ങരുത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുക ഹറാമാണ്, പാടുള്ളതല്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? അത് ബിസിനസ് ട്രിക്കാണ്. അയാൾ ഇഷ്ടം പോലെ വിറ്റോട്ടെ, അയാൾക്ക് ഹലാലാണ്, അദ്ദേഹം വിൽക്കോ, നീ സമ്പാദിച്ചില്ലേ, എന്തെന്നിട്ട് സുഹൃത്ത് സമ്പാദിക്കുന്നതിന് തടസ്സമായി മാറുന്നു. എവിടെയാണ് അപകടം വരിക? നിത്യോപയോഗ വസ്തു വാങ്ങുമ്പോൾ, ഭക്ഷണ സാധനങ്ങൾ, ഷുഗർ അല്ലെങ്കിൽ അരി, അതുപോലത്തെ ഭക്ഷണങ്ങൾ, ദൈനംദിനം മുസ്ലിങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതായ സാധനങ്ങൾ, അത് ഇഹ്തികാർ ചെയ്യാൻ പാടില്ല. എന്താ ഇഹ്തികാർ പറഞ്ഞാൽ? സൂക്ഷിച്ചു വെക്കാം. അതിന് വേറെ അർത്ഥമുണ്ടല്ലോ അതിന്. പൂഴ്ത്തി വെക്കാൻ പാടില്ല, അതിന് വില വർദ്ധിപ്പിക്കാൻ പാടില്ല, വില വർദ്ധിപ്പിക്കാൻ കാത്തിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് പട്ടണത്തിന്റെ പുറത്ത് വെച്ചിട്ട് വാങ്ങാനോ വിൽക്കാനോ പാടില്ല. ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചാണ്. അതിലൊക്കെ വഞ്ചനയുള്ളത് കൊണ്ട്. അതുപോലെയല്ലാതെ സാധാരണ വിൽപ്പന സാധനങ്ങൾ അത് ഓരോരുത്തർക്കും അവൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വർധനവ് എന്ന രൂപത്തിലല്ല, അതുപോലെ തന്നെ ജനങ്ങളെ ആക്രമിക്കുന്ന രൂപത്തിലുമല്ല. പക്ഷേ മിതമായ ലാഭത്തിന് വിൽക്കാൻ സാധിക്കുമെങ്കിലും ആ ലാഭം വരെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ബിസിനസ്സുകാർ അങ്ങുമിങ്ങും ചെയ്യുക എന്നത് അസൂയയിലൂടെ ഉടലെടുക്കുന്നതായ ഭാഗമാണ്. അത് രഹസ്യമാണ്, അത് പരസ്യപ്പെടുത്തൽ അപകടമാണ്, പാടില്ലാത്തതാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ? അതെ, ഇത് കേൾക്കുമ്പോൾ വല്ല ചരക്കിൽ കുറവുണ്ടെങ്കിൽ അത് മറച്ചു വെക്കണമെന്നതല്ല. അത് നീ വിൽക്കുമ്പോഴും പറയണം, മറ്റാൾ വിൽക്കുമ്പോഴും പറയണം. ഏത് ചരക്കിൽ കുറവുണ്ടെങ്കിൽ, കുറവുള്ള ചരക്ക് കുറവ് മറച്ചു വെച്ച് വിൽക്കൽ എന്താണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നോട്ടിലുണ്ട് ഹദീസ്. മൻ ഖശനാ ഫലൈസ മിന്നാ. ഖിശ് എന്ന ഒരു സബ്ജക്ട് ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അവിടെ എന്ത് പറഞ്ഞു? റസൂൽ പറഞ്ഞ പദം മൻ ഖശനാ, നമ്മെ വഞ്ചിക്കുന്നവൻ, ഫലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അപ്പോൾ വഞ്ചിക്കലിൽപ്പെട്ടതാണ് എന്ത്? ഈ സാധനത്തിന്റെ കുറവ് മറച്ചു വെക്കുക, അല്ലെങ്കിൽ സാധനത്തിന് മെയ്ഡ് ഇൻ ജപ്പാനാണെന്ന് എഴുതി കൊടുക്കുക. കൊറിയയിൽ നിന്നിട്ട് ഉണ്ടാക്കിയ സാധനത്തിന്. ചിലപ്പോൾ ചില സാധനങ്ങൾ കൊറിയൻ സാധനമായിരിക്കും നല്ലത് കേട്ടോ ജപ്പാനേക്കാൾ. അത് വഞ്ചനയായി പോകരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ നാം പിന്നെ ഉള്ളതുപോലെ ചോദിച്ച മറുപടി ശരിക്കും പറയണം. നിങ്ങളൊക്കെ പലപ്പോഴും ബിസിനസ് നടത്തുന്നവരായിരിക്കാം, ചിലപ്പോൾ കഫീൽ ചരക്കായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർ കൊണ്ടുവന്നതായിരിക്കാം. അദ്ദേഹം പറയുക, ഇതാണ് സാധനം, അതിന്റെ മീതെ എഴുതിയിട്ടുള്ള അങ്ങനെയാണ്. അത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയില്ലെങ്കിൽ എനിക്കറിയില്ല. അത് ഇറ്റലിയാണോ അല്ലെങ്കിൽ ഇറ്റലി അല്ലേ, അല്ലാഹു അഅലം, എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുകയാണെങ്കിൽ. അല്ലാത്ത പക്ഷം അവന്റെ കണ്ണുണ്ട്, അവന് എല്ലാം ഉണ്ട്, അവന് ശ്രദ്ധിക്കാം, അവന് നോക്കാം, അവന് തിരഞ്ഞെടുക്കാം, അവന് സെലക്ട് ചെയ്യാം. ഇനി സെലക്ട് ചെയ്തതിൽ വഞ്ചന വന്നു പോയാലും അവിടെയും നമുക്ക് ഖയാറുണ്ട്, എന്ത് മടക്കിയെടുക്കാൻ കുറവുണ്ടെങ്കിൽ. ഇതൊക്കെ നമുക്ക് ബിസിനസിന്റെ കാര്യത്തിൽ അറിയാവുന്നതായ ഭാഗമാണ്. അങ്ങനെ ഖററില്ലാത്ത, വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, വാങ്ങിയവൻ ഖേദിക്കുന്ന രൂപത്തിലല്ലാതെ, വിറ്റവൻ ഖേദിക്കുന്ന അല്ലാത്ത രൂപത്തിലായിരിക്കണം ബിസിനസ്. അപ്പോഴാണ് ബിസിനസ്സിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായി മാറുക. അപ്പോഴാണ് നാം തിന്നുന്നതായ സമ്പത്ത് തയ്യിബാത്തായി മാറുക. അതെ, രഹസ്യം മറച്ചു വെക്കണം. ഒരാൾ മറ്റാളുടെ എന്ന കാര്യം സബ്ജക്ട് ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടതായ നിർബന്ധ ഭാഗമാണ് ഡോക്ടർമാര് രോഗിയെ ചികിത്സിക്കുമ്പോൾ. നമ്മുടെ കേസറ്റ് കേൾക്കുന്നവരും ഡോക്ടർമാരുണ്ടാവുമല്ലോ. ഡോക്ടർമാർ ശ്രദ്ധിക്കുക, രോഗിയെ ചികിത്സിക്കുന്ന വേളയിൽ രോഗിയിലുള്ളതായ കുറവുകളെ, രോഗിയിലുള്ളതായ വീഴ്ചകളെ എന്ത് ചെയ്യരുത്? ആരോടും പറയരുത്. എൻ്റെ അടുക്കൽ ഒരു രോഗി വന്നു, ഇനി അദ്ദേഹത്തിന്
പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ ആളെ വ്യക്തമാക്കി പറയാതെ എൻ്റെ അടുക്കൽ വന്ന രോഗങ്ങളിൽപ്പെട്ട രോഗങ്ങളാണെന്ന നിലക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറയാന്നല്ലാതെ ഇന്ന് മുഹമ്മദ് ഹാജി എൻ്റെ അടുക്കൽ വന്ന അദ്ദേഹത്തിൽ ഞാൻ ഇന്ന രോഗം കണ്ടു എന്ന് രഹസ്യ രോഗമായിരിക്കും, ആരും അറിയാത്ത ഭാഗമായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യരുത്, പരസ്യപ്പെടുത്തരുത്, അത് മറച്ചു വെക്കേണ്ടതാണ്. രോഗികളിലുള്ളതായ രോഗങ്ങൾ പ്രത്യേകം മാരകമായ രോഗങ്ങളാണെങ്കിലും അവർ മറ്റുള്ളവർ അറിഞ്ഞു പോകരുത് എന്ന് ഭയമുള്ളതായ രോഗമാണെങ്കിലും ഡോക്ടർമാരെ പോലോത്തവര്, വൈദ്യന്മാരെ പോലോത്തവര് അത്തരം രോഗങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടുള്ളതല്ല. അത് രഹസ്യപ്പെടുത്തണം, പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. അക്കൂട്ടത്തിൽ നമ്മുടെ വിഷയത്തോട് ബാധിക്കുന്ന ഒന്നാണ് എന്ത്, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്ത് പരിപാലനം എന്ന പേരിൽ എൻ്റെ ഈ സാധുവിന്റെ ശബ്ദത്തിൽ തന്നെ ഇവിടെ CD ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞതാണത്. എന്ത്, മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യൻ കുളിപ്പിക്കപ്പെടുന്ന മയ്യത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണും. അപ്പോൾ അവിടെ ചിലപ്പോൾ ആരും ഇതുവരെ അവനിൽ കണ്ടിട്ടില്ലാത്തതായ വല്ല കുറവുകൾ ഉണ്ടാവാം. അതെന്ത് ചെയ്യരുത്, പുറത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തി ആരായിരിക്കണം, അമീനായിരിക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തി ആരായിരിക്കണം, അമീൻ. അതുകൊണ്ടാണ് നമ്മളോട് ഇസ്ലാം പറയാൻ കാരണം, ഫുഖഹാക്കൾ പറയാൻ കാരണം, മയ്യത്ത് കുളിപ്പിക്കുന്നവൻ അമീനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എല്ലാവരെയും അതിന് സെലക്ട് ചെയ്യാൻ പറ്റൂല. അതിന് ഏറ്റവും നല്ലത് കുടുംബ ബന്ധുവായിരിക്കലാണ്, കുടുംബ മെമ്പർ ആവുമ്പോഴാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ കുടുംബമായിരുന്നു. പുറമെന്ന് ആകെ 2 പേരാണ്. ആ 2 പേരും ഒന്ന് ശക്ര ആദ്യം അലി ഇബ്നു അബി താലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇതൊക്കെ കുടുംബമാണ് അല്ലേ. പിന്നെ ഫളൽ ഇബ്നു അബ്ബാസ്, പിന്നെ ഉസമ ഇബ്നു അബ്ബാസ്, പിന്നെ പുറത്തുള്ള ആള് ഒരു അൻസാരി ഉണ്ടായിരുന്നു. ആ അൻസാരിയെ ചില മസ്ലഹത്തിന് വേണ്ടി അവര് അകത്ത് പെടുത്തിയതാണ്. എന്തുകൊണ്ട്, എല്ലാവരും മുഹാജിറുകളാണല്ലോ റസൂൽ കുളിപ്പിച്ചത്, ഒരു അൻസാരിയും കുളിപ്പിച്ചില്ലല്ലോ എന്ന ആക്ഷേപമില്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സെലക്ട് ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നു. അതിലൂടെ നാം പഠിച്ചു വരുന്നത് എന്താണ്, കുടുംബ മെമ്പർ ആവുമ്പോഴാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മയ്യത്തിനെ പുരുഷന്മാരാണ് കുളിപ്പിക്കേണ്ടത്, സ്ത്രീകളുടെ മയ്യത്തിനെ സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത്. അത് അങ്ങുമിങ്ങുമാവാം. ആർക്ക് മാത്രം, ഭാര്യ ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവ് ഭാര്യയെ കുളിപ്പിക്കാം മാത്രം. മറ്റുള്ളവർ പുരുഷന്മാരെ, സ്ത്രീകളെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷയോട്, ആയിഷ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മരിക്കുകയാണെങ്കിൽ, ആയിഷയോട്, നിങ്ങൾ ആദ്യം മരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കുളിപ്പിക്കും, നിങ്ങളെ ഞാൻ കഫൻ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. നേരെ മറിച്ചാണെങ്കിൽ അത് സംഭവിക്കൂലല്ലോ എന്ന്. അപ്പോൾ അവിടെ വേറെ പാഠം നാം പഠിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ മർമ്മമാണത്. എന്ത്, റസൂലുള്ളാഹി വഫാത്തായി കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി അള്ളാഹിനോട് ആയിഷക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തില്ല, എന്റെ കൂടെയല്ലേ നിങ്ങള്, സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ റസൂൽ പറയൂലല്ല വാക്ക്. ഇത് ബുഖാരിയിലാണ് ഹദീസ്. ഏത്, ആയിഷയോട് നിങ്ങൾ ബേജാറാവേണ്ടതില്ല, അഥവാ നിങ്ങൾ എന്നേക്കാൾ മുമ്പ് മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കും ആയിഷ. അഥവാ ഞാനാണ് മുമ്പ് മരിക്കുന്നതെങ്കിലോ എങ്ങനെയാ നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കാന്ന് പറയും പോലെ. റസൂലുള്ള ആദ്യം മരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോടോ ലോകത്തുള്ള ഒരു വലിയനോടോ ഒരു നബിയിനോടോ മരിച്ചു കഴിഞ്ഞ ശേഷം അവരോട് പൊറുക്കലിനെ ചോദിക്കാനോ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പറയാനോ ഇടതേടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം. അതാണ് ആരാന്റെ ചോറ് തിന്നിട്ട് പള്ളി ദർസുകളിൽ പണ്ട് തന്നെ ചെറുപ്പത്തിൽ എന്നെ പോലത്തെ മുസ്ലിംമാര് പഠിച്ച കാര്യങ്ങൾ പറയുന്നവർ പറയുന്നു, പറയാത്തവർ പറയുന്നില്ല. അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പറയാത്തതുകൊണ്ടോ നമ്മൾ ഉത്തരവാദിയുമല്ല. അതും നാം പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ നാം എന്ത് പഠിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് ഭാര്യയെ കുളിപ്പിച്ചിരുന്നേനെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. കുളിപ്പിക്കാമെന്നർത്ഥം മനസ്സിലായില്ലേ? കുളിപ്പിക്കാം.
നമ്മുടെ വിഷയമല്ല അത്, പക്ഷേ പറയുമ്പോൾ വന്നതാണ്, പഠിക്കേണ്ട ഭാഗവുമാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം. തെളിവെന്താണ്? അസ്മാ ബിൻത് ഉമൈസ്. ഉപ്പര് പോവാണെന്നാ പറയുന്നത് നാട്ടില്. പിന്നെ ആരാണ് ഇങ്ങനെ മറുപടി പറയാ? അസ്മാ ബിൻത് ഉമൈസ്. അസ്മാ ബിൻത് ഉമൈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അയാളെന്നാണ് മറുപടി പറയാനല്ലേ? അസ്മാ ബിൻത് ഉമൈസ് ആരുടെ ഭാര്യയാണ്? അബൂബക്കർ സിദ്ദീഖിന്റെ. മുപ്പരനെ വന്ന് പറയാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഭാര്യ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ ആര് കുളിപ്പിച്ചു? അസ്മാ ബിൻത് ഉമൈസ് കുളിപ്പിച്ചു. അസ്മാ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിന്റെ കസ്റ്റഡിയിലുള്ള കാലഘട്ടത്തിലാണ് അബൂബക്കർ മരിക്കുന്നത്. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കുളിപ്പിച്ചത് അവരുടെ ഭാര്യ അസ്മാ ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ മെമ്പർമാര് കുളിപ്പിക്കുമ്പോൾ രഹസ്യം എന്താവൂല, ചോരൂല. അല്ലാത്ത പക്ഷം രഹസ്യം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാരിലും ഉണ്ടാവാം പലപ്പോഴും രഹസ്യങ്ങൾ. ആ മയ്യത്തുകളിൽ ഉള്ളതായ രഹസ്യങ്ങളെ ചോരാൻ പാടില്ല എന്നതുകൊണ്ട് അമീനായ വ്യക്തിയെ, വിശ്വസ്തനായ വ്യക്തിയെ, അള്ളാഹുവിനെ പേടിയുള്ള വ്യക്തിയെ സെലക്ട് ചെയ്യേണ്ടതാണ്. എന്തിന്? മയ്യത്ത് കുളിപ്പിക്കാൻ. എന്റെ കൂടെ അല്ലേ നിങ്ങൾ? മയ്യത്ത് കുളിപ്പിക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസുൽ ഖൂലി അൻസാരിയാണ്. അത് പുറമെന്ന് അൻസാരിയായ ഒരു വ്യക്തിയെ സഹാബകൾ സെലക്ട് ചെയ്തതാണ്. റസൂലുള്ളാഹിനെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ 5 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ റസൂലുള്ളാഹിന്റെ മൗലയും ഉണ്ടായിരുന്നു. നമ്മുടെ വിഷയം അതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രഹസ്യം പരസ്യപ്പെടുത്താൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി നിർവഹിക്കുന്ന പലരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് ഡ്യൂട്ടി? മുഫ്തിയായ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ, ഖാദിയായ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അപ്രകാരം തന്നെ പ്രബോധകനായിട്ടോ അല്ലെങ്കിൽ മുദരിസായിട്ടോ ജോലി ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡിൽ അവനവൻ നിൽക്കുന്നതായ ആ വകുപ്പിൽ ചിലപ്പോൾ അവന്റെ കസ്റ്റഡിയിലുള്ളവർക്ക് പല രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ഖാദി, ജഡ്ജി, അദ്ദേഹം കോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുറ്റവാളിയോട് പല ചോദ്യങ്ങൾ ചോദിക്കും. അവിടെയും രഹസ്യം പരസ്യമാക്കാൻ പാടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ എന്ത് വേണം? അവിടെ എഴുതുന്ന എഴുത്തുകാർ പലപ്പോഴും, ഇവിടുത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഇസ്ലാമിക ഭരണകൂടമായതുകൊണ്ട് ഇവിടുത്തെ കോർട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കാത്തിബ് ഉണ്ടായിരിക്കും. കാത്തിബ് വിളിക്കും ആരെ? കുറ്റവാളിയെ. എന്നിട്ട് രണ്ടാളാണെങ്കിൽ രണ്ടാൾ അങ്ങും ഇങ്ങുമുള്ള മുഹാസമയാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യും? ഒരു മഹദർ എഴുതും. ആ മഹദറിൽ പലതും ചോദിക്കും. ഈ ചോദ്യം ഇവിടേക്ക് സമർപ്പിക്കപ്പെടും, ഖാദിയുടെ അടുക്കലേക്ക്, ജഡ്ജിയുടെ അടുക്കലേക്ക് സമർപ്പിക്കപ്പെടും. ഈ ചോദിക്കുന്ന വേളയിൽ ഇവന്റെ ഇവന്റെ പ്രശ്നമുണ്ടല്ലോ, ഇവന്റെ കേസുണ്ടല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ ചോദിക്കാനേ പാടുള്ളതല്ല. എന്തിനാ വെറുതെ എഴുതി ഖാദിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലൊക്കെ വഷളപ്പെടുത്തുന്നത് അദ്ദേഹത്തെ, ആ മനുഷ്യനെ? അദ്ദേഹത്തിന്റെ അവൻ കള്ളു കുടിച്ചാണ് കള്ളുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അവൻ വ്യഭിചരിച്ച ആളാണെങ്കിൽ വ്യഭിചാരമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ കളവുമായിട്ട് ബന്ധപ്പെട്ടത്. ആ കാര്യം മാത്രം ചോദിക്കുക, അത് മാത്രം റെക്കോർഡാക്കാന്നല്ലാതെ അതിന്റെ മറ്റു വശങ്ങൾ, നീ ആ കെട്ടിടത്തിന്റെ മീതെ കയറിയപ്പോൾ ആ വീട്ടിന്റെ മീതെ ആരൊക്കെ കണ്ടടാന്നൊക്കെ ചോദിച്ച് വെറുതെ ആവശ്യമില്ലാത്ത ചില പെണ്ണിനെ കണ്ടു കാണും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വികസിച്ച് എഴുതുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ രഹസ്യം പരസ്യപ്പെടുത്തലായിരിക്കും. അത് പാടുള്ളതല്ല. അത് ഖാദി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാദിയും മുഫ്തിയും പ്രബോധകനും പലരുടെയും പ്രശ്നങ്ങൾ മുആലിജ നടത്തും. ആളെ പേര് പറയാതെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ പറയാമെന്നല്ലാതെ ഇന്ന നാട്ടിലുള്ള ഇന്ന വ്യക്തി ഇന്നത് കാട്ടി എന്ന് പിന്നെ അവന് പറഞ്ഞു പോകരുത്. നിന്റെ അടുക്കൽ അത് എന്താണ്? രഹസ്യമാണ്. ആ മുഫ്തി ഫത്വ അവനോട് ചോദിച്ച വ്യക്തിയുടെ ഫത്വ ഉണ്ടല്ലോ, ആ കേസ് അവൻ രഹസ്യമാക്കി വെക്കേണ്ടതാണ്. അത് മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി മൊത്തത്തിൽ പറയാം. എത്ര കേസുകൾ എനിക്ക് വരുന്നു കണ്ടില്ലേ? ഇപ്പോൾ 100ൽ 40% തലാഖ് കേസ് എന്ന് പറഞ്ഞ് പത്രത്തിൽ വരാറുണ്ട്. ഇവിടെ തലാഖ് കേസ്
അത് മൊത്തത്തിൽ പറയാണ്. എന്നല്ലാതെ ഇന്ന പെണ്ണിന് ഇന്ന പുരുഷൻ തലാഖ് ചൊല്ലി ഇന്ന നാട്ടിൽ ഇന്ന തീയതിയിൽ എന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്താന്നുള്ളത് എന്താണ്? അത് പാടുള്ളതല്ല, അനിസ്ലാമികമാണ്, ഇസ്ലാം വിരോധിച്ചതായ ഭാഗമാണ്. അതുപോലെ തന്നെ എഴുത്തുകാര്, അതുപോലെ തന്നെ മുസ്തഷാർ എന്ന് അറിയില്ലേ? അല്ല, മുസ്തഷാർ മുഅത്തം എന്നാണ് ഇസ്ലാമിന്റെ തത്വം. മുസ്തഷാർ എന്ന് അറിയില്ലേ? ഇസ്ലാമിൽ മുഷാവറ നടത്തൽ അനുവദനീയമാണ്. രഹസ്യമില്ലാത്ത സബ്ജക്റ്റ് മാറ്റണോ? മുസ്തഷാർ എന്ന് പറഞ്ഞാൽ, ഈ ഇസ്തിഷാറ എന്ന് പറഞ്ഞാൽ മുഷാവറ നടത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും മുഷാവറ ചോദിക്കാം. എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന വേളയിൽ മുഷാവറ നടത്തൽ അനുവദനീയമാണ്. വശാവിറുഹും ഫിൽ അംർ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അവരോട് മുഷാവറ നടത്തുക. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നീ ഒരാളെ മുസ്തഷാറാക്കി സെലക്ട് ചെയ്ത് കോർട്ടിൽ മുസ്തഷാർ ഇപ്പോൾ സാധാരണ എഴുതിക്കാറാണ്, മുസ്തഷാറാണ് ഇന്ന കോർട്ടിലേക്ക്. അദ്ദേഹം നിന്റെ വിഷയം പഠിക്കുകയാണ്. നിന്റെ വിഷയം പഠിക്കുന്ന വേളയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖാദിന്റെ മുമ്പിൽ ഈ മുസ്തഷാറും ആവശ്യമില്ലാത്ത കേസുകൾ എന്ത് ചെയ്യരുത്, എഴുതരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതരുത്. അതുപോലെ തന്നെ അവൻ ഇവനിൽ നിന്നിട്ട് കേട്ട കാര്യങ്ങൾ തന്നെ ആ മഹദറിൽ കുറിക്കുക, ആ ഖാദിക്ക് ജഡ്ജിക്ക് കൊടുക്കുക, കോർട്ടിലേക്ക് സമർപ്പിക്കുക എന്നതല്ലാതെ അവൻ റോട്ടിൽ പട്ടണത്തിൽ പോയിട്ട് ഗഹ്വയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ലോഡ്ജിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ സദസ്സിൽ ഇരുന്നിട്ടോ എന്റെ അടുക്കൽ ഇന്ന് കേസ് വന്നു, ഇന്നാളെ കേസാണ്, ആ കേസിന്റെ കോലം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്യപ്പെടുത്തൽ ഹറാമാണ്, പാടുള്ളതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ രഹസ്യം പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ സംസാരിക്കാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശാവറ നടത്താറുണ്ടായിരുന്നു. വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. പിന്നെന്താണ്? വശാവിറുഹും ഫിൽ അംർ വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി. നിങ്ങൾ ഹൃദയം കട്ടിയുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ക്രൂരതയോട് കൂടി പെരുമാറുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പരിസരത്തിൽ അവർ സമ്മേളിക്കുകയില്ലായിരുന്നേനെ, നിങ്ങളുടെ ബേക്കിൽ അവർ അണിനിരക്കുകയില്ലായിരുന്നേനെ. വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. അതുകൊണ്ട് നിങ്ങൾ അവരോട് പെരുമാറേണ്ട ശൈലി എന്താണ്? ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. നിങ്ങൾ അവർക്ക് മാഫി ചെയ്തു കൊടുക്കുക ദൂതരെ. അതുപോലെ തന്നെ നിങ്ങൾ അല്ലാഹുവോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക ദൂതരെ. വസ്തഗ്ഫിർ ലഹും വശാവിറുഹും ഫിൽ അംർ. നിങ്ങളുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അവരോട് മുശാവറ നടത്തുക. ഇതാണ് മുശാവറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുസ്തഷാർ ആ പദത്തിൽ നിന്നിട്ട് വന്നതാണ്. ഒരാൾ മറ്റാളുടെ മുസ്തഷാറാണെങ്കിൽ, ഇപ്പോൾ എല്ലാ വലിയ വലിയ നേതാക്കൾക്കും മുസ്തഷാർ ഉണ്ടാവും, അല്ലേ? എല്ലാ നേതാക്കൾക്കും മുസ്തഷാർ ഉണ്ടാവും. ആ നേതാക്കൾക്കുള്ള മുസ്തഷാർ, നമ്മുടെ നാട്ടിലൊക്കെ ചില പദങ്ങൾ തന്നെ കേരളത്തിൽ എൻ്റെ പഴയ കാലത്തിലുള്ള അനുഭവം കേട്ട് പരിചയം, മലയാളത്തിൽ തന്നെ പറയൽ അറബി പദമാണ്. മുൻസിഫ് എന്ന് പറയാറില്ലേ നമ്മുടെ നാട്ടിൽ, അല്ലേ? മുൻസിഫ് ഇല്ലേ? അതെന്താണത്? അറബിയാണ്. മുൻസിഫ് എന്ന പദം അറബിയാണ്. അതുപോലെ പല പദങ്ങളും ഇപ്പോൾ ലോകത്തിൽ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പദമായതുകൊണ്ട് അത് അറബി പദങ്ങൾ മുസ്ലിങ്ങളുടെ പദങ്ങളായി മാറി, മുസ്ലിങ്ങളുടെ ദൈനംദിനം ഉപയോഗിക്കുന്ന പദങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്തഷാർ എന്ന് പറഞ്ഞാൽ ഈ അമാനത്ത് എന്ന് പറയുമ്പോൾ അറിയും പോലെ, പരിചയമുള്ളതുപോലെ നിങ്ങൾക്ക് പരിചയമുണ്ടാവേണ്ടതായ പദമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും അപകടം പിടിച്ച ചോർന്നു പോകാൻ പാടില്ലാത്ത രഹസ്യം അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള രഹസ്യങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള രഹസ്യം ചോർന്നു പോകാൻ പാടുള്ളതല്ല. അതിങ്ങനെ പറഞ്ഞു രസിക്കാനുള്ളതല്ല. ഇരുഭാഗത്തും മറ്റുള്ളവരോട് പറഞ്ഞു രസിക്കാനുള്ളതല്ല. റസൂൽ പറഞ്ഞ് ശരി വെക്കുക. അബൂ സഈദ് അൽ-ഖുദരിയാണ് റിപ്പോർട്ടകൻ. സംഭവം മുസ്ലിമിലാണ്, 1437 നമ്പർ ഹദീസ്. റസൂൽ പറയുന്നു, ഇന്ന മിൻ അശർരിൻ നാസി, ജനങ്ങളിൽ ഏറ്റവും വെടക്ക് മനുഷ്യന്മാർ അല്ലാഹുവിന്റെ അടുക്കൽ ആരാണ്? ഇന്ന മിൻ അശർരിൻ നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. മുമ്പിൽ സീറ്റുണ്ട്. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെടക്ക് മനുഷ്യൻ ആരാണ്? ഇത് മുസ്ലിങ്ങളെ കുറിച്ച ചർച്ച. ആരാണ്? അർറജുലു യുഫ്ളി ഇലാ ഇംറഅതിഹി. മനുഷ്യൻ, പുരുഷൻ അവന്റെ സ്വന്തം കെട്ടിയ പെണ്ണുമായി ബന്ധപ്പെടുന്നു. എന്നിട്ട് അവൻ അവളുമായി ബന്ധപ്പെടുന്നു. എന്നിട്ട് സുമ്മയൻഷുറു സിർറഹ, ആ രഹസ്യത്തെ പിന്നെ പരസ്യപ്പെടുത്തുന്നു ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പല അറിവില്ലാത്തവരെ കേൾക്കാം.
വീട്ടിൽ രാത്രി നടന്ന സംഭവങ്ങളെ പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവന്റെ ചങ്ങാതിമാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ അവളുടെ ചങ്ങാതിമാരുടെ മുമ്പിൽ വെച്ച് അവളോ അല്ലെങ്കിൽ അവനോ പറയുക എന്നത് മഹാപാപം, മഹാ തെറ്റ്, ഏറ്റവും വെടുക്ക് മനുഷ്യന്മാരിൽ പെടും പരലോകത്തിൽ അള്ളാഹിന്റെ സദസ്സിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ സൂക്ഷിക്കേണ്ടതായ രഹസ്യങ്ങളിൽ ഏറ്റവും വലിയ രഹസ്യമാണ് എന്ത്? സ്ത്രീ പുരുഷന്മാർ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ളതായ രഹസ്യം എന്നതാണ് നാം പഠിച്ചത്. അത് ഞാൻ കേൾപ്പിച്ചതായ ഈ ഹദീസിൽ നാം പഠിച്ചതായ സംയോഗവുമായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ അല്ലാത്ത വീട്ടു രഹസ്യങ്ങളാവട്ടെ എന്തായിരുന്നാലും വിരോധമില്ല. പരസ്പരം അങ്ങുമിങ്ങും പറഞ്ഞു നടക്കാൻ പാടുള്ളതല്ല. അതൊക്കെ സീക്രട്ട് ആയിട്ട് തന്നെ നിൽക്കേണ്ടതാണ്. നീ അവളെ തലാഖ് ചെല്ലിയാലും ശരി, നീ അവളെ തലാഖ് ചെല്ലിയാലും ശരി, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ രഹസ്യമായി നിൽക്കേണ്ടതാണ് എന്നെന്നും ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ളതായ രഹസ്യഭാഗങ്ങൾ. സഹാബാക്കൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു രഹസ്യം ചോർന്നു പോകാതിരിക്കാൻ. നാമും നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് രഹസ്യം ചോർന്നു പോകാതിരിക്കാൻ. വീട്ടിലുള്ള സർവ്വകാര്യങ്ങളും പുറത്തുപോയി കുട്ടികൾ പറയരുത് എന്നതും അപ്രകാരം തന്നെ മറ്റുള്ളവരുടെ രഹസ്യ വാർത്തകൾ ഇവിടെ വന്ന് പറയരുത് എന്നതും ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്ന വേളയിൽ പറഞ്ഞു കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. മനസ്സിലായില്ലേ? അക്കൂട്ടത്തിൽ കേൾക്കുക അനസിന്റെ വാർത്ത. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം അനസാരാണ്? സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അനസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് പറഞ്ഞതായിട്ട് അനസ് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ ധൈര്യമില്ലാതെ പറയാൻ റസൂലുള്ളാഹിന്റെ ഖാദിം. എത്ര കൊല്ലം? 10 കൊല്ലം. 10ാം വയസ്സ് മുതൽ 20ാം വയസ്സ് വരെ ഖാദിമായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മദീനക്കാരൻ, അൻസാരിയാണ്. അവരുടെ വാപ്പ മാലിക് മരുഭൂമിയിൽ വെച്ചിട്ട് മുസ്ലിമായി മരിച്ച ആളാണ്. അവരുടെ ഉമ്മ സ്വർഗവാഗ്ദാനം ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയാണ്. എന്താ അവരുടെ പേര്? ഉമ്മു സുലൈം അർ-റുമൈസ. ഉമ്മു സുലൈം സ്ഥാനപ്പേരാണ്. അർ-റുമൈസ എന്നാണ് അവരുടെ പേര്. എന്നാൽ ഈ അനസ് റളിയല്ലാഹു തആല അൻഹു സാബിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് പറഞ്ഞതായിട്ട് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഞാൻ എന്റെ ചങ്ങാതിമാരോടുകൂടി കളിച്ചു കൊണ്ടിരിക്കവേ മദീനത്ത് റസൂലുള്ള വിട്ടുകടന്നു. എന്നെ വിളിച്ചു, പറഞ്ഞു, നീ എന്ത് ചെയ്യുക? ഇന്ന് ആവശ്യത്തിന് വേണ്ടി പോവുക എന്ന്. അങ്ങനെ അനസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയും ചെയ്തു. അനസ് പതിവനുസരിച്ച് നബിക്ക് ചെയ്യേണ്ട ഖിദ്മത്തുകൾ കഴിഞ്ഞിട്ട് ഉമ്മയിലേക്ക് ചെല്ലലാണ്. അന്നത്തെ ദിവസത്തിൽ ഉമ്മയിലേക്ക് ചെല്ലാൻ താമസിച്ചത് കൊണ്ട് ഉമ്മ ചോദിക്കുകയുണ്ടായി, എവിടെയാണോ പോയത് എന്ന്. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഞങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്റെ ചങ്ങാതിമാരോട് കൂടി. അപ്പോൾ അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ക്ഷണിച്ച് അവരുടെ ആവശ്യാർത്ഥം എന്നെ അയക്കുകയുണ്ടായി എന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം, പരിശോധിക്കാൻ വേണ്ടിയായിരിക്കാം ഉമ്മ ചോദിക്കുകയുണ്ടായി, എന്തായിരുന്നു ആവശ്യം? മകൻ പറയുന്നു 10ന്റെ 20ന്റെ ഇടയിലായിരിക്കും വയസ്സ്. അപ്പോഴാ പറയുന്നത്, എന്ത്? ഇത് റസൂലുള്ളാഹിന്റെ സിറാണ്, റസൂലുള്ളാഹിന്റെ രഹസ്യമാണ്, അത് നിങ്ങളോട് ഞാൻ പറയുക തന്നെ ഇല്ല ഉമ്മ. ഉമ്മയുടെ മറുപടി കേൾക്കുക. ഉമ്മ പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചായിരിക്കും. ഉമ്മ പറയുന്നു, അങ്ങനെ തന്നെയാണ് കുട്ടി വേണ്ടത്. ഒരു മഖ്ലൂഖിനോടും പറഞ്ഞു പോകരുത് രഹസ്യത്തെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമാക്കാൻ വേണ്ടി പറഞ്ഞത് അത് രഹസ്യമായി തന്നെ നിലനിൽക്കേണ്ടതാണെന്ന് മഹദിയായ നമ്മുടെ ഉമ്മ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുന്നു. സാബിത്തിനോട് പറയുന്നു, സാബിത്തെ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. പറയാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നേനെ. അത് ഒരിക്കലും ഞാൻ പറയുന്നതല്ല റസൂലുള്ളാഹിന്റെ രഹസ്യത്തെ എന്ന് അനസ് ഇബ്നു മാലിക് സാബിത്തിനോട് കൂട്ടിച്ചേർത്തു എന്ന് സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. 2482 നമ്പർ ഹദീസ് സഹീഹ് മുസ്ലിമിലാണ് നിങ്ങൾ കേട്ട ഭാഗം. അഥവാ ഞാൻ ആരോടും പറയുമെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരുന്നേനെ, ഞാൻ ആരോടും പറയൂല, അതുകൊണ്ട് നിങ്ങളോടും പറയൂല എന്ന് സാബിത്തിനോട് അനസ് പറഞ്ഞു എന്നാണ്. അപ്പോൾ നാം എന്ത് പഠിച്ചു? ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം. ഇത് മര്യാദയിൽപ്പെട്ടതാണ്.
ഇന്നത്തെ യുഗം മര്യാദ വിട്ടുകളിക്കുന്ന യുഗമാണ്. ഇന്നത്തെ യുഗം നെറ്റിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ഐഫോണിലൂടെയോ എന്തെല്ലാം യന്ത്രങ്ങളിലുണ്ട്. കുട്ടികൾ തന്നെ ചെറുപ്പത്തിൽ ഉപയോഗിക്കുന്ന 80, 60, 50 വയസ്സുള്ള വാപ്പാക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാണ് ഉപയോഗിക്കൽ യന്ത്രങ്ങളെ, അല്ലെ? അങ്ങനെയുള്ള യുഗമാണ് ഇന്നത്തെ യുഗം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടികളെ ചെറുപ്പത്തിലെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. മര്യാദ വേറെ, കളി വേറെ എന്നത് വെവ്വേറെ തന്നെ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇന്നത്തെ യുഗം മര്യാദ എന്നത് ജനങ്ങൾ ഒഴിവാക്കിയ കാലമാണ്, എല്ലാരെ കുറിച്ചല്ല. നിങ്ങളെപ്പോലത്തതായ അന്തസ്സുള്ള ജീവിതം ജീവിക്കണമെന്ന, ഇസ്ലാമീകരിക്കപ്പെട്ട ജീവിതം ജീവിക്കണമെന്ന നിർബന്ധമുള്ള ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷം എന്താണ്? ഉമ്മയും വാപ്പയും ജ്യേഷ്ഠനും അനുജനും ഇളമയും മൂത്തപ്പയും വാപ്പയും ഉമ്മയും അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയും എല്ലാവരും ഒന്നിച്ച് നോക്കലാണ് അശ്ലീലം. ഒന്നിച്ചിരുന്നിട്ടാണ്. എന്നിട്ട് വാപ്പാക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ കുട്ടി പറഞ്ഞു കൊടുക്കലാണ്. അതെന്താ അറിഞ്ഞോ വാപ്പ, അത് ചുംബനാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് ഒരു സഹാബി വന്നു. വീട്ടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, വാതിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം വാതിൽ വിളിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഹാകദ അം ഔ ഹാകദ ഇന്നമാ ജുഇല അൽ-ഇസ്തിസാനു മിനൽ ബസർ. ഇത് അനുവാദം എന്ന ആ നിയമം ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്, അനുവാദം ചോദിക്കാത്ത ആരുടെ വീട്ടിലേക്കും നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. അനുവാദം എന്ന ആ കൽപ്പന ഖുർആൻ നമ്മോട് കൽപ്പിച്ചത് ഈ കണ്ണിലൂടെ കാണാൻ പാടില്ലാത്തത് കണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി കണ്ടില്ലേ മര്യാദ? അയാളോട് പറയാണ്, ഒന്നൊരിക്കലും ഇങ്ങോട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക, വാതിലിന്റെ മുമ്പിൽ നിന്നിട്ട് വീട്ടുകാരെന്ന് വിളിക്കലല്ല. പണ്ടത്തെ വാതിൽ ഇന്നത്തെ വാതിലല്ല, വെറും വിരി കാണും. വിരിയാകുമ്പോൾ വിരിയുടെ അകത്ത് കൂടി എന്ത് കാണും? വീട്ടിലുള്ള കുറവുകളൊക്കെ കാണും. ചിലപ്പോൾ ഡ്രസ്സ് പരിപൂർണമായി ചെയ്ത് കാണൂല, ഡ്രസ്സ് ധരിച്ച് കാണൂല വീട്ടുകാർ. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാമല്ലോ ഖുർആൻ 3 ഔറത്ത് പഠിപ്പിക്കുന്നുണ്ട്. 3 ഈ വീട്ടിൽ ഉമ്മയും വാപ്പയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് അവര് വീട്ടിൽ വിശ്രമിക്കുന്ന ടൈം പറയുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങളുടെ മക്കളെ വരെ നിങ്ങളുടെ സ്വന്തം റൂമിലേക്ക്, ഉമ്മയുടെയും വാപ്പയുടെയും എവിടേക്ക്? ബെഡ്ഷീറ്റ് ഉള്ള റൂമിലേക്ക്, അറയിലേക്ക് അവർ ഈ 3 സമയത്തിൽ കടക്കാൻ പാടില്ല എന്ന് റബ്ബ് പഠിപ്പിക്കുന്ന ആ മതത്തിന്റെ ഉടമകളായ നാം ഇപ്പോൾ എവിടെ എത്തി? പറഞ്ഞറിയിക്കേണ്ടതില്ല. ഖൗമും നാമുമായി പിന്നെ എന്താ വ്യത്യാസം? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ഖൗമിനോട് നാം തുല്യപ്പെട്ടാൽ നാം അവരിൽ പെടും എന്നുള്ള പറഞ്ഞ ജൂത ക്രിസ്ത്യാനികളുടെ നാടുകളിലൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നു. സെക്സ്. എന്തിനാണ്? ട്രെയിനിങ് നേടണമല്ലോ. ഒരു അറബി പെണ്ണിനെ അവരുടെ നാട്ടുകാർ കെട്ടിയിട്ട് അവസാനം കന്യകത്വം മാറി കാണാതിരുന്നപ്പോൾ, എവിടെയായിരുന്നു ഈ പെണ്ണ്? എന്താണ് ദുനിയാവെന്ന് അവൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. തലാഖ് ചൊല്ലിയെന്നാണ്. മനസ്സിലായില്ല? കഥയല്ല, അങ്ങനെ ലബ്നാനിൽ സംഭവിച്ചു എന്നാണ്. ക്രിസ്ത്യാനി പെണ്ണായിരിക്കും, അല്ലാഹു അലം. അറബികളുടെ സ്വഭാവം പണ്ട് തന്നെ കന്യകത്വം നിലനിർത്തലാണ്, സംരക്ഷിക്കലാണ്, ക്രിസ്ത്യാനികളായിരുന്നാൽ അല്ലാതിരുന്നാൽ. അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അവരുടെ നാട്ടുകാർക്ക് ഇവിടെ കന്യകത്വം മാറി കാണാത്തതുകൊണ്ട് അത്ഭുതം. നമുക്ക് കന്യകത്വം ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്, അല്ലെ? അതുകൊണ്ട് കന്യകത്വം ഉള്ളവർക്കൊരു വിധി, അല്ലാത്തവർക്ക് മറ്റൊരു വിധിയല്ലേ ഇസ്ലാമിൽ? ഇവിടെ വിഷയമല്ലത് കേട്ടാ. എന്നാലും സംഗതി മനസ്സിലാക്കണം, പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിക്കണം. അതെ, നാം എന്ത് പറഞ്ഞു? രഹസ്യം പരസ്യപ്പെടുത്താൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള രഹസ്യം അതാണ് ഏറ്റവും മുഖ്യമായിട്ട് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്നും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മര്യാദകൾ പഠിപ്പിക്കണം എന്നതായിരുന്നു അവസാനം നാം ചർച്ചക്കെടുത്ത വിഷയം. അതെ, എന്നാൽ നോക്കൂ, ഇത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ട്രെയിനിങ് സഹാബാക്കളെ കാലഘട്ടത്തിൽ നടത്തിയതായ ശൈലിയാണ്. ഇനി ഹുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവാണ് ഹഫ്സയെ ആദ്യം കല്യാണം കഴിച്ച വ്യക്തി. അദ്ദേഹം മരിച്ചു. അങ്ങനെ ഹഫ്സ ആരായി മാറി? ഭർത്താവില്ലാത്ത ആളായി മാറി. ആരാ ഹഫ്സ?
ഞാൻ വെറുതെ ചോദിക്കല്ല, ഇവിടെ വർഷങ്ങൾ പല ശൈലിയിൽ ഹിസ്റ്ററി പഠിച്ച ക്ലാസ്സാണിത്. അതുകൊണ്ട് ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ചിലപ്പോൾ ആ കാലഘട്ടത്തിലുള്ളവർ സദസ്സിൽ ഉണ്ടായിക്കോളണമെന്നില്ല, എങ്കിലും ഹഫ്സാൻ അറിയാതിരിക്കാൻ പറ്റുമല്ലോ. ആരാണ് ഹഫ്സ? ആരുടെ മകളാണ്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ്. ഹഫ്സ റളിയല്ലാഹു തആല ആദ്യം കല്യാണം കഴിച്ചത് ഖുന്നൈസ് ഇബ്നു ഹുദാഫ എന്ന സഹാബിയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ എന്തായി? ഹഫ്സക്ക് ഭർത്താവില്ലാതെയായി മാറി. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഉസ്മാനോട് പോയി പറഞ്ഞു. ഉസ്മാൻ റസൂലുള്ളാഹിന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിട്ട് 2 മരിച്ച ആളാണല്ലോ. 2 മരിച്ചു. ആരൊക്കെ? സൈനബും റുഖിയയും. ഉസ്മാനോട് പറഞ്ഞു, റുഖിയ ഉമ്മു കുൽസും. അതാണ്, അങ്ങനെയാണ് വേണ്ടത്. എന്താ കേട്ടത്? സൈനബ് അല്ല എന്നാണ് കേട്ടോ. ഉമ്മു കുൽസും റുഖിയ 2 പേര്. നാം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ കഴിഞ്ഞ ആഴ്ച ഉസ്മാനുൽ മദ്ഊന്റെ ഖബർ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ പെൺമക്കളുടെ ഖബറാണ് പിന്നെ അവിടെ വന്നത് അല്ലേ? എവിടെ? അതെ, ബഖി എന്ന ഖബർസ്ഥാനത്തിൽ. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗം പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സത്യത്തെ സത്യം പോലെ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്തുള്ള ഏതൊരു ശക്തിയും വ്യക്തിയും ഭയപ്പെടാതെ ഈ സത്യത്തെ സത്യം പോലെ പ്രഖ്യാപിക്കുവാനുമുള്ള സ്ഥൈര്യവും ധൈര്യവും മുസ്ലിം ലോക നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും രാഷ്ട്രങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. അക്കൂട്ടത്തിൽ കേരളീയ പണ്ഡിതന്മാർക്കും കേരളീയ പ്രബോധകന്മാർക്കും അല്ലാഹു പ്രത്യേകിച്ച് നൽകട്ടെ. അവർക്കും നമുക്കും എല്ലാം മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് മടക്കി വിളിക്കുവാനും അവരെ സത്യത്തിലേക്കും തൗഹീദിലേക്കും ഐക്യത്തിലേക്കും മടക്കി വിളിക്കുവാനും, എന്നിട്ട് ഏകോദര സഹോദരന്മാരായി തൗഹീദ് പ്രചാരകന്മാരായി അപ്രകാരം ഖുർആനും സുന്നത്തും നടപ്പാക്കുന്ന, പ്രസിദ്ധീകരിക്കുന്ന, പ്രചരിപ്പിക്കുന്ന വിഭാഗമായി ദഅവത്ത് നടത്തി അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വിഭാഗമാക്കി നമ്മുടെ നേതാക്കളെ പണ്ഡിതന്മാരെ അള്ളാഹു മാറ്റട്ടെ. മുസ്ലിം ലോകത്തിൽ എവിടെയെല്ലാം ഇന്ന് ഇസ്ലാമിൽ നിന്നിട്ട് അകന്നുന്നത് കാരണത്താൽ പരസ്യത്തിൽ പ്രയാസത്തിൽ പെട്ടുപോയിട്ടുണ്ടോ, അങ്ങനെയുള്ളവർക്കെല്ലാം അള്ളാഹു ഇസ്ലാമിലേക്ക് മടങ്ങലിലൂടെ തൗഹീദിലേക്ക് മടങ്ങലിലൂടെ രക്ഷ നേടാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്കുള്ള പുറത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ വെച്ചു കൂട്ടട്ടെ. നമ്മിൽ രോഗമുള്ളവരായ ഹോസ്പിറ്റലിലോ വീട്ടിലോ രോഗശയ്യയിൽ കിടക്കുന്ന ധാരാളം പേർ, അവരുടെ മക്കളും അല്ലാത്തവരുമെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. അവരിൽ നിന്നിട്ടോ നമ്മിൽ നിന്നിട്ടോ അള്ളാഹു അവനിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ ഖാത്തിമത്ത് വളരെ ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടി പരിപൂർണ്ണ മോമിനായി കലിമ ചൊല്ലി റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അള്ളാഹു അവരെ സ്വീകരിക്കട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.